കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മോദി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ പരാതിയിൽ ഇടപെടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമവ്യവഹാരങ്ങളുടെ ഭരണഘടനാപരമായ അധികാരപരിധിയിൽ ഇടപെടുന്നില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തെരഞ്ഞെടുപ്പ് കാലത്തും മോദി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് പരാതി നൽകിയത്. എന്നാൽ ഭരണഘടനാപരമായ അധികാര വിഷയം ചൂണ്ടിക്കാട്ടി പരാതികളിൽ ഇടപെടാൻ കഴിയില്ലെന്ന് അറിയിക്കുകയാണ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ക്രിമിനൽ കേസിലെ നടപടികളിലും കോടതി വ്യവഹാരങ്ങളിലും ഇടപെടാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. നിയമവ്യവഹാരങ്ങളുടെ ഭരണഘടനാപരമായ അധികാര പരിധിയെ ഓവർലാപ്പ് ചെയ്യാനാവില്ലെന്ന മറുപടിയാണ് കമ്മീഷൻ നൽകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ തുല്യ പരിഗണനയും പ്രചാരണ സാഹചര്യവും ഒരുക്കാൻ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണ്. ഭരണഘടനാ വിവേകത്തിനനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളിൽ നിന്നും 200 പരാതികളാണ് ലഭിച്ചത്. ഇവയിൽ 169 കേസുകളിലും നടപടിയെടുത്തതായും കമ്മീഷൻ അറിയിച്ചു. BJPയിൽ നിന്നും ലഭിച്ച 51 പരാതിയിൽ 38 കേസുകളിലും കോൺഗ്രസിൽ നിന്നും സ്വീകരിച്ച 59 പരാതികളിൽ 51ലും മറ്റ് പാർട്ടികളിൽ നിന്നും ലഭിച്ച 90 പരാതികളിൽ 80ലും നടപടി സ്വീകരിച്ചതായും കമ്മീഷൻ അറിയിച്ചു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അംഗങ്ങളും സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേരുന്നതായും കമ്മീഷൻ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടൽ തൃപ്തികരമെന്ന് അറിയിക്കുമ്പോഴും അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കണമെന്ന പ്രതിപക്ഷ പരാതിയിൽ അകലം പാലിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൈരളി ന്യൂസ്, ദില്ലി.